അല്ല ഗൈസ് നോക്കിയേ, എൻ്റെ കുറേ പഴയ കുറേ പേനയും പെൻസിലും ഒക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇരുന്നതാണ്. ഞാനിതെല്ലാം കൊണ്ട് തട്ടിയിട്ടു. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് അത്യാവശ്യം തെളിയുന്നതും ഉപയോഗം ഉള്ളതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പിറക്കി വെക്കണം. ബാക്കി എല്ലാം എടുത്ത് തോട്ടിക്കളയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തത്. ഇത് ഫ്ലെയർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പേനയാണ്. ഇത് എല്ലാ കളറും കൂടി ചേർത്ത് ഞാനൊരു 10-11 അങ്ങനെ എന്തോ വാങ്ങിച്ചതാണ്. ഇത് ഭയങ്കര അന്ന് ഒരുപാട് ഉപയോഗം ഉണ്ടായിരുന്നു. കാരണം എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു. അത്യാവശ്യം നമ്മുടെ കയ്യിലില്ലാത്ത പല കളേഴ്സും ഉള്ള ഒരു പേനയാണിത്. വളരെ വിലക്കുറവായിരുന്നു. അന്ന് കുറച്ച് എന്തോ 50 രൂപയ്ക്ക് എന്തോ മറ്റോ മേടിച്ചതാണ്. പക്ഷേ അത് ഒരുപാട് ഉപയോഗം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പെൻസിൽ കിട്ടി. ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചതാണ്. ഈ പെൻസിൽ ഇത് ഒരു ക്യാമലിൻ്റെ പെൻസിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ഈ സാധാരണഗതിയിൽ ഇതിപ്പം ഇതിൻ്റെ ലെഡ് കുറച്ച് കൂടിയതാണ്, HP കൂടിയതാണ്. ഇത് എല്ലാ അളവിലെ HP-യിലും കിട്ടുന്നതാണ്. ക്യാമലിൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് ഭയങ്കര ഡാർക്കാണ്. ഇത് നല്ലതാണ്. നമുക്ക് കുട്ടികൾക്കാണെങ്കിലും പഠിക്കുന്നവർക്കൊക്കെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. നല്ല തെളിച്ചമുള്ള പെൻസിലാണ്. ഇത്തിരി വില കൂടുതലാണെന്ന് തോന്നുന്നു, എങ്കിലും നല്ല തെളിച്ചമുണ്ട്. ക്യാമലിൻ്റെ ഒരു CD മാർക്കറുണ്ട്, അത് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് തെളിയുന്നതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പിന്നെ ക്യാമലിൻ്റെ തന്നെ ഒരു മാർക്കറും പിന്നെ ഒരു മഞ്ഞ ഹൈലൈറ്ററും ഉണ്ട്. പിന്നെ ഇതൊരു നോർമൽ പെൻസിലാണ്. ഇത് കോറസോ അങ്ങനെ എന്തോ പേര്. പക്ഷേ ഇതിൻ്റെ തടിയൊക്കെ ഭയങ്കര മോശമാണ്. ഇതിന് തെളിച്ചമൊന്നുമില്ല, നമ്മൾ എഴുതിയാലും തെളിച്ചൊന്നുമില്ല. പക്ഷേ നമ്മൾ പെൻസിൽ ഉപയോഗിക്കുന്ന 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ച സമയത്തല്ല ഇതുപോലത്തെ തൊലിഞ്ഞ പെൻസിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം തെളിയാത്ത പെൻസിൽ. ഇതും ബുക്കുമായിട്ട് നമ്മൾ എന്തോരം മൽപ്പിടുത്തം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ പിള്ളേർക്കൊക്കെ സുഖമാണ്. അവരുടെയൊക്കെ പെൻസിൽ ഇതുപോലെ അപ്സരയുടെ പെൻസിൽ എക്സ്ട്രാ മാർക്ക് എക്സ്ട്രാ ഡാർക്ക് എന്നും പറഞ്ഞിറക്കിയാണ്. ഇതൊക്കെ സത്യത്തിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ പുറത്ത് വരുന്നത് തന്നെ. ഇത് നല്ല തെളിച്ചമുള്ള പെൻസിലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും നല്ല തെളിച്ചമാണ് ക്യാമലിൻ്റെ ഈ ബ്ലൂ കളർ ബോഡിയുള്ള ഇതിന്. ഇത് നല്ലതാണ്. ഇത് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. ചെറുതായിട്ട് പ്രസ് ചെയ്താലും നല്ല തെളിച്ചമുള്ള ഒരു പെൻസിലാണിത്. ഇതൊക്കെ ഞാൻ ചെത്തി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഈ തുരുമ്പ് കത്തി കൊണ്ടാണ് ഇത് ചെത്തി വെച്ചിരിക്കുന്നത്. കണ്ട, ഇതെല്ലാം മുനയില്ല കിടക്കുമായിരുന്നു. ഞാനിത് വെച്ച് ചെത്തി മിനിക്കുകയാണ്. കാണാൻ രസമില്ലെങ്കിലും അത് ചെത്തി. ഇനി ഈ വേറൊരു അപ്സരയും കൂടെ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ എല്ലാം ചെത്തി മിനിക്ക് റെഡിയാക്കി വെക്കണം. പിന്നെ ഞാൻ ഇതിനകത്ത് തപ്പി നോക്കുമ്പോഴത്തേക്കും കുറേ ആ ഫ്ലെയേഴ്സിൻ്റെ തന്നെ വേറൊരു പേന കിട്ടി. തത്തപ്പച്ച കളറിലെയാണ്. തത്തപ്പച്ച കളറൊക്കെ പണ്ട് സ്കെച്ച് മേടിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ്. അപ്പോൾ അതും കിട്ടി. ഇപ്പോൾ ഒരു 4 കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കാണണം, ഓരോന്ന് തപ്പിയെടുക്കാം. അത് വേറൊരു ഗ്രീൻ കളറും കൂടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് തന്നെ നോക്കിയെടുത്തതാണ്. ഇനിയും കാണും. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ 5 ആയുള്ളൂ. മൊത്തം ഒരു 10 ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തപ്പി നോക്കാം. ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കാണും. ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുക്കുവാണ്. ഇതിനകത്ത് ഒന്ന് തെളിയുന്നുണ്ടോ എന്ന് നോക്കും. ഇത് സ്റ്റെഡ്ലർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പേനാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഒരു പാക്കറ്റ് 470 രൂപ സംതിങ് എങ്ങാണ്ടായിരുന്നു. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണോ അതോ എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത ഒരു പാക്കാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇത് അന്ന് ഇതൊക്കെ വെച്ച് വരച്ചിരുന്നു, എഴുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പുതിയത് തന്നെയാണ്, ഞാൻ യൂസ് ചെയ്യാത്തതാണ്. പക്ഷേ ഇത് ഒന്നും തെളിയുന്നില്ല. ഇപ്പോൾ 5 ബാക്കിയുണ്ട്, 5ഉം തെളിയുന്നില്ല. ഇത് ഞാനൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗൾഫിൽ അച്ഛനോ മാമനോ ഒക്കെ ഗൾഫിലുള്ളവർ കൊണ്ടുവരുന്ന പേനയാണ്. ഇത് എഴുതാൻ നല്ല സുഖമാണ്, നല്ല സ്മൂത്തായിട്ടുള്ള ഒരു പേനയാണിത്. പക്ഷേ അന്നൊന്നും നമ്മുടെ കിട്ടിയിട്ടില്ല. കിട്ടിയപ്പോഴാണ് നമുക്കൊട്ടും വേണ്ടതായിരുന്നു. അങ്ങനത്തെ അവസ്ഥയാണ്. ഇതിപ്പോൾ 5 ഉണ്ട് ബാക്കി വന്നത്. ഈ 5ഉം തെളിയുന്നില്ല. ഒരെണ്ണത്തിന് തന്നെ നല്ല വില വരുന്ന ഒരു പേനയാണ്. പക്ഷേ എന്തോ ഭാഗ്യം, ദൈവസഹായം കൊണ്ട് ഇതൊന്നും തെളിയുന്നില്ല. ഇനിയിപ്പോൾ ഇത് തെളിയിക്കാൻ വേറൊരു മാർഗ്ഗമുണ്ട്. അതൊന്ന് നമുക്ക് ലാസ്റ്റ് പരിശ്രമിച്ച് നോക്കാം. എന്തായാലും ഇത് തൽക്കാലത്തേക്ക് നമുക്കിത് മാറ്റി വെച്ചേക്കാം. പെൻസിൽ ഇപ്പം മൊത്തം ഒരു 5 കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ ബാക്കി ഇനി എന്തൊക്കെ ഉണ്ടെന്ന്. ഇതിനകത്ത് നമുക്ക് തിരഞ്ഞു പിടിച്ചെടുക്കാം. ഫ്ലെയേഴ്സിൻ്റെ മൊത്തം 3, 6, 7, 9 കിട്ടിയിട്ടുണ്ട്. 10-12 എങ്ങാണ്ടാണ് ടോട്ടൽ ഉണ്ടായത്. ഇത് നല്ല ഉപയോഗമാണ് കേട്ടോ. ഈ പഠിക്കുന്നവർക്കൊക്കെ നല്ല ഉപയോഗമുള്ള പേനയാണ്. എല്ലാ കളറും ഉണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ പെൻസിലെല്ലാം ചെത്തി വെച്ചിട്ടുണ്ട്, മുണഞ്ഞത്. ഇനി ഇത് ഒരു എൻ്റെ ടാബിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺലൈൻ മേടിച്ച ഒരു പേനയാണ്. ടാബിൽ യൂസ് ചെയ്യുന്ന ടച്ച് പെന്നായിട്ടുള്ള ഇതാണ്. പക്ഷേ അത് കുറച്ച് കാലം ഉപയോഗിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു സുഖമില്ല. കാരണം ഇതിൻ്റെ നിബിൽ ഒരു സൈസ് ഈ CD പോലത്തെ ഒരു സമാനം ഇരിക്കുന്ന കാരണം ഇത് വെച്ച് ഉപയോഗിക്കാനൊക്കെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചത്. എന്തായാലും അത് ഉപകാരം വഴിയൊന്നും ഞാൻ മാറ്റി വെച്ചതാണ്. ഇത് ഫെബർ കാസ്റ്റിൻ്റെ ഒരു പേനയാണ്. ഇത് എൻ്റെ അല്ല, എൻ്റെ വൈഫിൻ്റെയാണ്. അവളിതിനകത്ത് കൊണ്ട് ഇട്ടതാണ്. ഇത് ദൈവം സഹായിച്ച് ഇതും തെളിയുന്നില്ല. പക്ഷേ ഫെബർ കാസ്റ്റിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷേ ഇത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ തെളിയാതെ വരുന്നത്. തെളിയുന്നില്ല. അപ്പോൾ ഇനി ഇതെടുത്ത് ചവിട്ടുപറ്റയിൽ എറിയാനേ പറ്റത്തുള്ളൂ, അല്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വേറെ സെറ്റ് കിട്ടി ഇതുപോലെ 2 ഇരട്ട പറ്റ പോലെ ഇരിക്കുന്നത്, അത് തെളിയുന്നതാണ്.
പിന്നെ സെലോ ഗ്രിപ്പറിൻ്റെ പേന ഒരെണ്ണം കിട്ടി. അത് പുതുതാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ നിബിലുണ്ടായിരുന്ന ആ മുട്ട ഞാനെടുത്ത് മാറ്റി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പുതിയതാണ്. ഇതെങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സെലോ ഗ്രിപ്പർ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. കാരണം ഞാനൊക്കെ 7, 8, 9 ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സെലോ ഗ്രിപ്പറിൻ്റെ പേനയൊക്കെ ഭയങ്കര ഇതായിരുന്നു. എനിക്ക് തോന്നുന്നു 7 രൂപയോ 9 രൂപ കണ്ടായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ പേന തീർന്നു കഴിയുമ്പോഴത്തേക്കും റീഫില്ല് 3 രൂപ കൊടുത്ത് റീഫില്ല് മേടിച്ച് ഇടും. ഇതുപോലത്തെ 2 രൂപയുടെ പേനയൊക്കെ ഇപ്പോൾ യൂസ് ആൻഡ് ത്രോ അല്ലേ, അതൊന്നും അന്നില്ലായിരുന്നു. പക്ഷേ ഇതുപോലത്തെ സെലോ ഗ്രിപ്പറാണ് യൂസ് ചെയ്തത്. മിക്ക കുട്ടികളും ഈ പ്രത്യേകിച്ച് പഠിപ്പിസ്റ്റുകളൊക്കെ അവർക്ക് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി പെൻ ഉണ്ടാവും. അതായത് ചിലർ സെലോ ഗ്രിപ്പറിൻ്റെ കമ്പനി മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ചിലർ അന്നത്തെ ടെക്നോ ടിപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, അത് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മളെപ്പോലെ പുറകിരിക്കുന്നവന്മാരൊന്നും എല്ലാം കമ്പനിയൊന്നും നോക്കാതെ ഏതെങ്കിലും കിട്ടുന്ന അടിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കും. അപ്പം അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പഴയ കാലമൊക്കെ ഓർമ്മ വന്നു, നൊസ്റ്റാൾജിയ. ഇപ്പോൾ സെലോ ഗ്രിപ്പറൊന്നും നോക്കി അങ്ങനെ ആരും കമ്പനി പറഞ്ഞൊന്നും ആരും പേന വാങ്ങിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലുമൊക്കെ പേന അവിടെ ഇരിക്കുന്നത് അതൊന്ന് എടുത്തുകൊണ്ട് വരും. എന്തായാലും നമുക്കുറം കിട്ടി. ഇത് ഫേബർ കാസ്റ്റിൻ്റെ തന്നെ വേറൊരു കമ്പനിയുടെ പേനയാണ്. ഇത് കാവി കളറാണ്. ഇതുപോലത്തെ കുറേ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, പക്ഷേ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. പക്ഷേ ഇത് എഴുതാൻ സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഉപയോഗിച്ചൊന്നുമില്ല. എന്നാലും വല്ല ആവശ്യം വരെ ഇരിക്കട്ടെ, തെളിയുന്നതായതുകൊണ്ട് ഞാനത് നമ്മുടെ സാധനത്തിനകത്തിട്ട് ഇട്ടു. ഇതുപോലത്തെ ഇനിയും കാണുമായിരിക്കും, നോക്കാം. ഇനി ഒരു സ്കെയിലിരിക്കുന്ന ഇതേ കിട്ടി. ഇവിടെ ഈ ഷാർപ്പനർ എന്ന് CBSE പിള്ളേർ പറയുന്നത് കേട്ടാ, ഞങ്ങൾ കട്ടറെന്നാണ് പറയുന്നത്, സ്റ്റേറ്റുകാർ കട്ടറെന്ന് പറയുന്നത് സാമാനം. ഇത് ഇവിടെ ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കത്തിയൊക്കെ എടുത്ത് ഇങ്ങനത്തെ ഭംഗിയായിട്ട് ചെത്തി വെക്കത്തില്ലായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ ചെത്തി. പിന്നെ 2 സ്റ്റാപ്ലർ കിട്ടി എൻ്റെ അകത്തുനിന്ന്. വേറെ പുതിയ സ്റ്റാപ്ലർ 1-2 നമ്മുടെ കയ്യിലുണ്ട്. എങ്കിലും പഴയ സ്റ്റാപ്ലർ അടച്ച് തുരുമ്പൊക്കെ ഉണ്ടെങ്കിലും വർക്കിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചു. ഇത് ഹോൾ പഞ്ചാണ്. ഇത് ഊട്ടയിടുന്നതാണ്. ഇത് എന്തോ ഒരു ആവശ്യം വന്ന സമയത്ത് ഞാൻ മേടിച്ചതാണ്. അതിന് വലിയ വിലയൊന്നുമില്ല, 110 അങ്ങനെ എന്തോ ആയിരുന്നു അന്ന്. ഇതുപോലെ ഊട്ടയിടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണിത്. സ്കെയിലുണ്ടായിരുന്നു, വലുതാണ്, ഒടിഞ്ഞു പോയതല്ല, ഒടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പകുതിയുള്ളത് ഉപയോഗിക്കാം. ഇത് ഒരു പൊട്ടിക്കാത്ത ക്യാമലിൻ്റെ പെർമനൻ്റ് മാർക്കറാണ്. പൊട്ടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പൊട്ടിക്കുന്നുമില്ല. ഇനിയിപ്പോൾ ഉപയോഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് മാറ്റി വെച്ചു. വീണ്ടും ഒരു അടപ്പില്ലാത്ത സെലോ ഗ്രിപ്പറും അടപ്പുള്ളതും കിട്ടി. അങ്ങനെ മൊത്തം 3 സെലോ ഗ്രിപ്പർ കിട്ടി. 2 ഗ്യാപ്പുണ്ട്, 1 ഗ്യാപ്പില്ല. ഇതൊരു ഹൈലൈറ്ററാണ്, ഇത് മാർക്കറല്ല, ഹൈലൈറ്ററാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സൈസ് ഹൈലൈറ്ററാണ്. ഇത് നേരത്തെ ഒരു മഞ്ഞ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ വെച്ചേക്കാം, ഇതിൻ്റെ ആവശ്യം വന്നാലോ. അതിനെല്ലാം കുത്തി നിറച്ച് അവസാനം ഒരു വിധത്തിലാക്കി. ഇത് വാഗൺ ട്രാജഡി പോലെ ആകും, ഇങ്ങനെ സാരമില്ല, എല്ലാം കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫേബർ കാസ്റ്റിലിൻ്റെ സ്കെച്ച് പെൻ കിട്ടി, അത് നന്നായിട്ട് തെളിയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സ്റ്റാപ്ലർ പെൻ കിട്ടി. ഇതൊക്കെ പണ്ട് സ്റ്റാപ്ലർ പോലും കൈ കിട്ടിയിട്ടില്ല പഠിക്കുന്ന സമയത്ത്, ആവശ്യമുള്ളപ്പോൾ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇത് വെറുതെ കിടക്കുന്ന. എന്തായാലും ഞാൻ ഇതെല്ലാം കൂടെ കളയുന്നില്ല, ആവശ്യമുണ്ടല്ലോ, ഉപകാരപ്രദമാണ്. ഇച്ചിരി തുരുമ്പുണ്ടെന്നേ ഉള്ളൂ, അത് നമുക്ക് ഈ പെട്ടിക്കകത്ത് ഇട്ട് വെച്ചേക്കാം. എന്തായാലും കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇതല്ലാതെ പാക്കറ്റ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് വേറെ. ഇതൊക്കെ അതിനകത്ത് കിടക്കട്ടെ തൽക്കാലത്തേക്ക്. പിന്നെ ഇതൊരു പെൻസിലാണ് കേട്ടോ. ഇതിൻ്റെ പുറകിൽ 2 കളർ കാണുന്നില്ലേ, പെയിൻ്റാണത്. പക്ഷേ ഇതിൻ്റെ തടിക്കും ആ കളർ തന്നെയാണെന്നേ. ചെത്തി വന്നാലും ആ കളർ തന്നെ കാണും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കൊള്ളാമല്ലേ. പിന്നെ ഇത് കുറച്ച് ബാൻഡേഡാണ്, ഇതിൻ്റെ അകത്തിരുന്നേ ഇരിക്കട്ടെ, കൈയൊക്കെ മുറിങ്ങുമ്പോൾ എടുക്കാം. പിന്നെ ഇവന്മാരെ നമുക്കൊന്ന് തെളിയിപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. പണ്ട് ഈ സാധനം ഞങ്ങൾ ഇതുപോലെ തെളിയാതെ വരുമ്പോഴത്തേക്കും 90s കിഡ്സിനെ അറിയാം, ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്ത് പുറകിൽ കൂടെ ഊതിയൊക്കെ കൊടുത്ത് തെളിയിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇച്ചിരി വില കൂടുതലായതുകൊണ്ട് കളയാൻ തോന്നുന്നില്ല. ഇതൊന്ന് തെളിയിപ്പിച്ചെടുക്കാനുള്ള വല്ല മാർഗ്ഗം ഉണ്ടോയെന്ന് നോക്കി ഞാൻ ഈ സിഗരറ്റ് ലാമ്പ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്തു. പക്ഷേ ഇതിൻ്റെ ഈ സ്വർണ്ണ കളർ ഇരിക്കുന്ന ടിപ്പുണ്ടല്ലോ, അത് പണ്ട് മെറ്റലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് പ്ലാസ്റ്റിക്കാണ്. ഞാനത് അറിഞ്ഞില്ല, ഞാൻ അറിയാതെ അങ്ങ് അത് കുറച്ച് കൂടുതൽ ചൂടാക്കി. അപ്പോഴത്തേക്കും വേറൊരുത്തൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, അതിൻ്റെ ടിപ്പ് മൊത്തം ഇങ്ങനത്തെ അവസ്ഥയായി ഉരുകിപ്പോയതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, യൂസ്ലെസ്, എടുത്ത് ദൂരെ എറിയാം. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം അടിക്ക് ഞാൻ നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആവശ്യമുള്ളതും തെളിയുന്നതുമാണ്.